ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പട്ട് പാവാട എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. ആദ്യം തന്നെ ഞാൻ ഈ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ആദ്യം രണ്ടായിട്ട് മടക്കി പിന്നെ അത് വീണ്ടും മടക്കിയതാണ്. അതായത് ഇങ്ങനെയാണ് മടക്കുന്നത്. ഇത് ഒരു സൈഡ് ഫോൾഡഡ് ആയിരിക്കും, രണ്ട് സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് ആദ്യം അടയാളപ്പെടുത്തേണ്ടത് ഇവിടുന്ന് താഴെ വരെയുള്ള നീളമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിവിടെ നീളം 40 ഇഞ്ചാണ് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 38 ഇഞ്ച് മാത്രമാണ് മാർക്ക് ചെയ്യുന്നത്. എന്താ വെച്ചാൽ നമ്മൾ ബെൽറ്റിൻ്റെ പീസും കൂടി വരും, അതുകൊണ്ടാണ് 2 ഇഞ്ച് കുറച്ചത്. ഞാനിവിടെ 38 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, 38 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. 38 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള ആ പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഈ കട്ട് ചെയ്യുന്ന പീസൊന്നും കളയേണ്ടതില്ല കേട്ടോ. നമുക്കത് ബെൽറ്റിനും ആ ഒരു പട്ട വയ്ക്കില്ലേ, ആ പട്ട വയ്ക്കാനും പിന്നെ അതുപോലെ നമുക്ക് കെട്ട് വെച്ച് കൊടുക്കാനും എല്ലാം ഇതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ആ പട്ടയുടെ ഭാഗം, നമ്മൾ ആ കെട്ടൊക്കെ വരുന്ന ആ ഒരു ബെൽറ്റ് ഭാഗമില്ലേ, അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നേരത്തെ കട്ട് ചെയ്ത ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഞാൻ നിവർത്തി കൊടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, നമുക്കൊരു ലെയർ മതി. ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കുക. ഈ ഒരു ബെൽറ്റിൻ്റെ പീസിന് നമ്മളെ ഹിപ്പ് ഇപ്പോൾ എനിക്കിവിടെ 28 അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ച് അധികം എടുത്ത് 30 ഇഞ്ചാണ് എടുക്കുന്നത്. 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പം ടോട്ടൽ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 30 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് എക്സ്ട്രാ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സൈഡും മടക്കി അടിച്ചു കൊടുക്കണമല്ലോ. അതിനാണ് 2 മടക്കാക്കിയിട്ട് മടക്കി അടിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഓരോ ഇഞ്ച് അപ്പുറം ഇപ്പുറമായിട്ട് വരും. അപ്പം ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ലെങ്ത്ത് വരുന്നത്. അപ്പം ബാക്കി അങ്ങോട്ടേക്ക് നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയും ഭാഗം മതി നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ മടക്കിയിട്ടാണല്ലോ നമ്മൾ തയ്ക്കുക. അപ്പം ഇനി നമുക്കിതിൻ്റെ വീതി അടയാളപ്പെടുത്തണം. വീതി ഇവിടെ ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് 2 ഇഞ്ചും 2 ഇഞ്ചും 1 ഇഞ്ചിൽ അര ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പും വരും. ഇനി ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത്രയുള്ളൂ ആ ഒരു പട്ടയുടെ ഭാഗം നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. നമുക്ക് 2 അളവ് മാത്രം മതി ഈ പാവാട സ്റ്റിച്ച് ചെയ്യാൻ അറിയേണ്ടത്. ഒന്ന് ലെങ്ത്തും, നമ്മുടെ ഫുൾ ലെങ്ത്തും പിന്നെ ഹിപ്പിൻ്റെ അളവുമാണ് നമുക്ക് അറിയേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ഇപ്പോൾ കട്ട് ചെയ്ത് ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ 3 ഇരട്ടിയായിരിക്കും നമ്മുടെ പാവാടയുടെ ചുരുക്കമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരില്ലേ, ആ ഒരു അളവ് വരുന്നത്. അതായത് 3 ഇരട്ടിയായിരിക്കും. ഇങ്ങനെ വെച്ചിട്ട് 3 തവണ ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ 3 ഇരട്ടി ആ ഒരു ഹിപ്പ് വരുന്ന ഭാഗമില്ലേ, ബെൽറ്റിൻ്റെ ഭാഗം, ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗത്തിൻ്റെ 3 ഇരട്ടിയായിരിക്കും വരുന്നത്. അപ്പോൾ അതിങ്ങനെ അളവെടുക്കുക. 2ആയിട്ട് മടക്കിയിട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ അളവെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിലെങ്ങനെയാണ് നമ്മൾ ചുരുക്കി വരില്ലേ, ആ ഒരു ആ ഫോൾഡുകൾ എങ്ങനെയാണ് വരിക എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് തുടങ്ങാം. 2.5 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 2.5 ഇഞ്ചിൽ വെച്ച് ഇങ്ങനെ 2.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി 2 ഇഞ്ചാണ് വരേണ്ടതെങ്കിൽ 2 ഇഞ്ച്, കുറച്ച് അധികം ചുരുക്ക് വരണമെങ്കിൽ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് കൊടുക്കാം. നമ്മൾക്ക് എത്രയാണോ ചുരുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് മടക്കുക എന്ന് നോക്കാം. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് പിന്നെ അടുത്ത മാർക്കിങ് വരില്ലേ, അതിലേക്ക് ഒരു ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് അവിടെ ഒരു പിന്നൊത്തി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ വീണ്ടും അവിടെ ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി വെച്ച്
കണ്ടില്ലേ, ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി വെച്ച് അടുത്ത പോയിന്റിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വീണ്ടും ഒരു പിന്നുത്തി കൊടുക്കുക, വീണ്ടും ഒരു പിന്നുത്തി കൊടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് പിന്നു കുത്തി വെച്ചിട്ട് ചെയ്യാം. അല്ലാതെ എളുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ അടിക്കുമ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിന്നുകുത്തി വെച്ച് ചെയ്തിട്ടുള്ളത്. ഞാനിങ്ങനെ ആ മാർക്കിങ്ങിൽ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാറാണ് പതിവ്. ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കിയതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ, ഈ ഒരു പോയിന്റിലൂടെ ഇങ്ങനെ ഈ അറ്റത്ത് കൂടെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാം. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ പിന്ന് കുത്തി കൊടുത്തതെല്ലാം ഊരിയാൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ എടുത്ത് വെക്കണം കേട്ടോ. അങ്ങനെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരാം. എന്നിട്ട് എൻഡ് വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ പ്ലീറ്റ്സ് എല്ലാം നമുക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ. ഒരേ അളവിലായിരിക്കും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പ്ലീറ്റ്സ് അടയാളപ്പെടുത്തുമ്പോൾ കിട്ടുന്നത്. ഒന്ന് കൂടുതൽ ഒന്ന് കുറവായിട്ടൊന്നും വരില്ല. അങ്ങനെ ഈ പ്ലീറ്റ്സ് ഫുള്ള് ഇങ്ങനെ തയ്ച്ചെടുക്കുക. ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, ഞാനത് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ആ പ്ലീറ്റ്സ് നല്ല വൃത്തിയായിട്ട് കിട്ടും. അപ്പോൾ അതിനാണ് ഞാനിത് അയൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലീറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചു, ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് നീറ്റായിട്ട് വെച്ച് കൊടുക്കുക. ഒരു പിന്ന് കുത്തി വെച്ചിട്ട് അയൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി വൃത്തിയിൽ കിട്ടുന്നത്. കണ്ടില്ല, ഞാനിതിങ്ങനെ പിന്നൊക്കെ കുത്തി വെച്ച് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്, ഓരോ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട്. ഇനി ഈ ബെൽറ്റ് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ അടുത്തത് ചെയ്യേണ്ടത്, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ ബെൽറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ രണ്ട് വശവും ഞാനിങ്ങനെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അടിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബെൽറ്റിൻ്റെ പീസാണ്. പിന്നെ അവിടെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മളിത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് ആ ഒരു പ്ലീറ്റൊക്കെ ഇട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ച് ആ സ്കേർട്ടിൻ്റെ പോർഷനില്ലേ, അതെടുക്കാം. അപ്പം അതെടുത്തിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഇരുവശവും രണ്ട് സൈഡും ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ആ പ്ലീറ്റൊക്കെ ഇട്ട് ആ ഒരു പീസിലാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിൻ്റെ രണ്ട് വശവും ഇങ്ങനെ അടിച്ചു കൊടുക്കാം. നല്ല വശത്തേക്കല്ല കേട്ടോ, ഉൾവശത്തേക്ക്, അതായത് ചീത്ത വശത്തേക്ക് മടക്കി അടിച്ചു കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒന്നാമത് ലോക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നൂലൊന്നും എടുത്ത് പോകത്തില്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരാം. ഇതുപോലെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യണം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബെൽറ്റിൻ്റെ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചീത്ത വശത്ത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് തന്നെ ചീത്ത വശത്ത് വെച്ചിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ബെൽറ്റ് ഇങ്ങനെ മുകളിലാക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിന്നൂത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുങ്ങാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ എൻഡ് വരെ ആ ബെൽറ്റിൻ്റെ പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോരാം. കണ്ടില്ലേ, ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഞാനിത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടില്ലേ, ഇതിങ്ങനെ വരും. ഇനി ഇത് ഇങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് നല്ല വശത്തേക്കായിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു മടക്കി
ഇങ്ങനെ വെച്ചിട്ട് ആ പ്ലീറ്റ്സിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ മടക്കിയിട്ട് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് പോരുന്നുണ്ട്. ഇതിങ്ങനെ എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബെൽറ്റിൻ്റെ പീസും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വേണമെങ്കിൽ 1/2 ഇഞ്ച് മടക്കിയാൽ മതി ഉള്ളോട്ടേക്ക്. ആ പ്ലീറ്റ്സിൻ്റെ മുകളിൽ കറക്റ്റ് കുടുങ്ങിയിട്ടുണ്ടാവണം കേട്ടോ. ഞാൻ ആ പിന്നൊക്കെ കുത്തി വെച്ചത് അഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചില്ല എന്നേ ഉള്ളൂ. പിന്നൊക്കെ അഴിച്ചു മാറ്റാം നമ്മളൊരു സൈഡ് അടിച്ചു കഴിഞ്ഞാൽ. ഞാനിവിടെ അറ്റം വരെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ബെൽറ്റ് ജോയിനിങ് ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പ്ലീറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡും ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 5 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ആ ഒരു ഓപ്പണിങ് കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് 5 ഇഞ്ചിലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സൈഡ് നമുക്ക് താഴെ വരെ ജോയിൻ ചെയ്ത് പോരണം. ഞാനിവിടുത്തെ 5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി 5 ഇഞ്ച് വിട്ടതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. ഈ സൈഡും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടുപാവാടയുടെ 1/4 ഭാഗം സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് താഴെ വരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പട്ടുപാവാടയ്ക്കൊന്നും അധികം ഈ അടിയിൽ കസവ് വരുന്നതുകൊണ്ട് അടിവശം നമുക്ക് ഫോൾഡ് ചെയ്ത് അടിക്കാനുണ്ടാവില്ല. സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ഓപ്പണിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ. കണ്ടില്ലേ, ഇനി നമുക്കിതിനൊരു കെട്ടും കൂടി വെച്ച് കൊടുക്കാം. ഒരു കെട്ട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുടുക്കാണെങ്കിൽ അങ്ങനെ. ഞാൻ കെട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഞാനൊരു കെട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ, ബാക്കിയുള്ള തുണി വെച്ചിട്ട് ഞാനൊരു കെട്ട് വെച്ചിട്ട് ഇതിനകത്ത് കെട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നമ്മളെല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ഇവിടെ എൻഡിൽ വേണമെങ്കിൽ ഒരു ലേസൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.